പാപപരിഹാരത്തിന് വേണ്ടി പാപകരമായ ശരീരത്തിന്റെ സാദൃശ്യത്തിൽ അയച്ചുകൊണ്ട് പാപത്തിന് ശരീരത്തിൽ ശിക്ഷ വിധിച്ചു. പാപത്തിന് നമ്മൾക്ക് കിട്ടാണ്ട ശിക്ഷ കർത്താവ് എന്നേക്കുമായി ഏറ്റെടുത്തു എന്നാണ്. എന്നിട്ട് നമ്മളെ സ്വതന്ത്രമാക്കി. അതുകൊണ്ട് ഇംഗ്ലീഷുകാരൻ ഇന്നത്തെ ദിവസം ദുഃഖവെള്ളിയാഴ്ച എന്നാണ് പറഞ്ഞത്, ഗുഡ് ഫ്രൈഡേ എന്നാണ് പറഞ്ഞത്. എന്താണ്? നല്ല വെള്ളിയാഴ്ച. എന്താണ്? നമ്മുടെ പാപം, നമ്മളേക്കേണ്ട ശിക്ഷ എന്നേക്കുമായിട്ട് ഈശോ ഏറ്റെടുത്ത ദിവസം. ആ ശിക്ഷ, നമ്മുടെ വിശ്വാസം എന്ന് പറയുന്നത് എന്താണ്? അത് ഓരോ വ്യക്തിയും കർത്താവ് എൻ്റെ പാപത്തിന് പരിഹാരമായിട്ടാണ് ക്രൂശിക്കപ്പെട്ടത്. അവൻ സ്വന്തം വിശുദ്ധ ഗ്രന്ഥം നമുക്ക് നൽകുന്ന അറിവ് പോലെ അവൻ നമ്മുടെ പകരക്കാരനായിട്ട് നമ്മുടെ ശിക്ഷ മേടിച്ചു. അവൻ്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷ നൽകി. യെശയ്യാ 53:5 അവൻ്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷ നൽകി. പത്രമാണ്. അപ്പോൾ നമ്മുടെ ശിക്ഷയാണ് അവൻ ഏറ്റെടുത്തത്. അപ്പോൾ ഇത് നമ്മൾ വിശ്വസിക്കുമ്പോഴാണ് നമ്മൾ അനുഭവിക്കേണ്ടി വന്ന ശിക്ഷയാണ് അവൻ ഏറ്റെടുത്തത്. അത് യേശു എൻ്റെ പകരക്കാരെ മരിച്ചു എന്ന് വിശ്വസിക്കണതാണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് രക്ഷ നൽകണം, നിത്യരക്ഷ നൽകണത്. അപ്പോൾ വിശ്വാസം എന്ന് പറയുന്നത് എന്തിനെങ്കിലും വിശ്വസിക്കുകയല്ല. നീ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്രിസ്തു ദൈവപുത്രനാണെന്ന് വിശ്വസിക്കണം മാത്രമല്ല, ക്രിസ്തു വിശ്വസിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ മേലുള്ള ശിക്ഷ, ഞാൻ അനുഭവിക്കേണ്ടിയിരുന്ന ശിക്ഷ അവൻ ഏറ്റെടുത്തതിന്മേൽ ഞാൻ വിശ്വസിക്കുന്നു എന്നാണ് പറയണത്. അപ്പോൾ ക്രിസ്തു എനിക്ക് വേണ്ടിയാണ് മരിച്ചതെന്ന്. ഈ ലോകത്ത് 900 കോടി മനുഷ്യരുണ്ടെങ്കിലും അതിൽ ഒന്ന് നഷ്ടപ്പെട്ടു പോയാൽ കർത്താവ് അങ്ങനെയല്ലേ പറയണത്, ആ ഒന്നിന് വേണ്ടി അവൻ ക്രൂശിക്കപ്പെടുമായിരുന്നു എന്നുള്ള സൂചനയാണ് ബൈബിൾ നൽകുന്നത്. ആ 99 ആടുകൾ ഉണ്ടായിരിക്കുക എന്ന് പറയണില്ലേ? മത്തായി 18:12 നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഒരാൾക്ക് 100 ആടുകൾ ഉണ്ടായിരിക്കെ അതിലൊന്ന് വഴിതെറ്റിപ്പോയാൽ 99നെയും മലയിൽ വിട്ടിട്ട് അവൻ വഴിതെറ്റിയതിനെ അന്വേഷിച്ചു പോകയില്ലേ? അതാണ് സംഭവം. ഈ ലോകത്ത് 900 കോടി മനുഷ്യരുണ്ടെങ്കിലും നീ മാത്രം ദൈവത്തിന് അകന്നു പോയാൽ നിനക്ക് വേണ്ടി മാത്രം ക്രൂശിക്കപ്പെടും. അതാണ് ദൈവത്തിൻ്റെ സ്നേഹം. ദൈവത്തിൻ്റെ സ്നേഹം വളരെ പ്രൈവറ്റും പേഴ്സണലുമാണ്. ശരിക്കും അത് പൊതുവായിട്ടുള്ളതല്ല, അതിനേക്കാൾ ഉപരി അത് വ്യക്തിപരമാണ്. നിന്നെ ദൈവം ക്രൂശിക്കപ്പെട്ടുകൊണ്ട് സ്നേഹിക്കുന്നു നീ എന്ന് തിരിച്ചറിയുന്നു, അന്നാണ് നീ ദുഃഖവെള്ളിയുടെ ആഴം അറിയണത്. പ്രാർത്ഥിക്കാം. കർത്താവേ,